ദേവൻ നീതിയൻ സൂര്യൻ രാജാതിരാജനാം മശിഹ. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പാരിലെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പാരിലെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഹല്ലേലൂയ റന്ധോ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. മനാശിയാരാന്തേരേ ഖെരദിയാരാന്തോരോരോ യാരുഹാരാന്തോരോ കൊരദരോ ഷിയാരാന്തേ. Hallelujah, we worship you. Hallelujah, hallelujah. Let's give glory and honor and praise and thanksgiving. Hallelujah. യേശു നല്ലവൻ, യേശു വിശ്വസ്തൻ, യേശു ബലവാൻ, യേശു പരിശുദ്ധൻ, യേശുവിനെ പോലെ മറ്റാരുമില്ല. സ്തോത്രം. Hallelujah, 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 hallelujah. ഈ നല്ല സമയത്തിനായി സ്തോത്രം പറയാം. കർത്താവ് നമുക്ക് അനുവദിച്ചു തന്ന ഈ നല്ല ദിവസത്തിനായി നന്ദി. Hallelujah. ഒന്ന് വാ തുറന്ന് കർത്താവിന് സ്തോത്രം പറ. Hallelujah, he is so wonderful, he is so great. Hallelujah, യേശു എന്നും ജീവിക്കുന്നതിനാൽ നാമവും ജീവിക്കുന്നു. പറയണം, Hallelujah, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ വാലല്ല ഞാൻ തലയായി തീരും, ഞാനൊരു അനുഗ്രഹമാ, ഞാനൊരു ജയാളിയാ, ഞാൻ തോറ്റു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തീർന്നു പോകത്തില്ല, ഞാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശു മുഖാന്തരം എനിക്ക് ജയം ജയം പൂർണ്ണ ജയം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവിന് എല്ലാ മഹത്വവും സകല ആരാധനയും സകല പുകഴ്ചയും ഹാലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റതിനെ ഓർത്ത് സ്തോത്രം. ഹാലിയ കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഹാലിയ ഇറ്റ് ഈസ് സോ വണ്ടർഫുൾ ടു ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹാലലൂയ കർത്താവിന് മഹത്വം. സ്തോത്രം. ഹാലലൂയ. എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായം 21-ാം തിരുവചനം എന്ന് നമ്മൾ ശ്രദ്ധയ്ക്കായി എടുക്കുന്ന എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 21. വചനം ഇങ്ങനെ പറയുന്നു, ആൻഡ് ഫർദർ സബ്മിറ്റ് ടു വൺ അനദർ ഔട്ട് ഓഫ് റിവറൻസ് ഫോർ ക്രൈസ്റ്റ്. പിന്നെ വായിച്ച 21 5:21. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും. ആമേൻ. മലയാളത്തിൽ അതിന്റെ ആ മൊത്തം വാക്യം വന്നിട്ടില്ല. അത് ഇങ്ങനെ പറയുന്നത്, ആൻഡ് ഫർദർ സബ്മിറ്റ് ടു വൺ അനദർ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടും, അപ്പൊ ആൻഡ് ഫർദർ എന്നാ പറയുന്നത്, ഇനിയും മുന്നോട്ട് നോക്കിയാൽ, ഇനിയും നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ന്. അപ്പം അത് പറയാൻ കാരണമുണ്ട്. 1, 2, 3, 4, 5 അധ്യായങ്ങളില് 5:20 വരെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, എഫെസ്യർ സഭയോട് പറയുന്ന കാര്യം, നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന കാര്യം, നിങ്ങൾ ആത്മാവിലായിരിക്കുക, നിങ്ങൾ പ്രകാശമുള്ളവരായിരിക്കുക, ബി ലൈക്ക് ചിൽഡ്രൻ ഓഫ് ദ ലൈറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യന്തപരമായ ശക്തിയും കൊണ്ട് നിറയപ്പെടാൻ എന്ത് ചെയ്യണം, നിങ്ങൾ വിശുദ്ധ ജീവിതം ജീവിക്കണം, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതൊക്കെ അനുഗ്രഹത്തിന്റെ വഴിയാണ്, ഇതൊക്കെ യേശു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്ന, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാ, ഒടുവിൽ എന്നല്ല, ആൻഡ് ഫർദർ, ഇനി മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾ അന്യോന്യം ക്രിസ്തു യേശുവിനോടുള്ള ബഹുമാനത്തിൽ നിങ്ങൾ കീഴ്പ്പെട്. ഹല്ലേലൂയ. കണ്ടോ,
ക്രിസ്തു യേശുവിനോടുള്ള ബഹുമാനത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കീഴ്പ്പെടാൻ പറയുന്നു. അവിടെ 6 ബന്ധങ്ങളെ കുറിച്ചാ കീഴ്പ്പെടാൻ പറയുന്നത്. എഫെസ്യൻസ് ചാപ്റ്റർ 5 5ഉം 6ഉം നമ്മൾ നോക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തമ്മില്, അപ്പനമ്മമാരും മക്കളും തമ്മില്, വേലക്കാരും യജമാനന്മാരും, സ്ലേവ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. അപ്പം 6 റിലേഷൻഷിപ്സ് പറയുന്നുണ്ട്. ഒന്ന്, വൈഫ്സ് സബ്മിറ്റിംഗ് ടു ഹസ്ബൻഡ്സ് ആൻഡ് ഹസ്ബൻഡ്സ് ലവിങ് വൈഫ്സ്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുകയും ഭർത്താക്കന്മാര് സ്നേഹിക്കുകയും ഭാര്യമാരെ. 2, അച്ഛനും അമ്മയും മക്കളും, അല്ലെങ്കിൽ മക്കള് അപ്പനമ്മമാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നത്. 3, വേലക്കാര് യജമാനന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന. സ്തോത്രം. നമുക്കിന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ഒന്ന് നോക്കാം. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം അവിടെ നോക്കുമ്പോൾ എഫെസ്യൻസ് 5ന്റെ 22, 23, 24, എഫെസ്യൻസ് 5 വേഴ്സ് നമ്പേഴ്സ് 22, 23, 24 അവിടെ നോക്കുമ്പം പറയാണ്, ഫോർ വൈഫ്സ് ദിസ് മീൻസ് സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ് ആസ് ടു ദ ലോർഡ് എന്ന് വെച്ചാൽ അതിന്റെ 22. ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന് പോലെ അല്ലെങ്കിൽ കർത്താവിനോട് എന്ന് പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുവൻ. ഇതെടുത്തിട്ട് ഒരുപാട് ഭർത്താക്കന്മാര് ഭാര്യമാരെ മുതലെടുക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. എടി ഇങ്ങനല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്, അത് കാരണം നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കല്ലേ. ഞാൻ പറയുന്ന അല്ലാതെ അടിച്ചും ഇടിച്ചും തൊഴിച്ചും ഒക്കെ അതിന്റെ പേരില് ഞാൻ ചെലവിന് തരാതെ നിനക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് തലേ കയറിയിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. നോ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ക്രിസ്തുവിനോട് എന്ന് പോലെ. അപ്പൊ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം ഭർത്താവ്, അല്ലേ? അടുത്ത വാക്യങ്ങൾക്കകത്ത് 25 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യമാരോട് പറയുന്നതിലും കൂടുതലാ ഭർത്താക്കന്മാരോട് പറയുന്നത്. അവിടെ ഒരു ഭർത്താക്കന്മാരോട് പറയുന്നതിനകത്തൊരു വാക്യം 25-നകത്ത് കിടപ്പുണ്ട്. 25 എന്ന് വായിച്ച് വേഴ്സ് നമ്പർ 25. ഫോർ ഹസ്ബൻഡ്സ് ദിസ് മീൻസ് ലവ് യുവർ വൈഫ്സ് just as Christ loved the church. He gave up his life for her. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ. അപ്പൊ കണ്ടോ എങ്ങനെയാ? ക്രിസ്തു സഭയെ ഏൽപ്പിച്ചതുപോലെ ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കാൻ, തന്റെ ജീവനെ വെടിഞ്ഞ് ഭാര്യയായ മണവാട്ടി സഭയ്ക്ക് വേണ്ടി യേശു കർത്താവ് തന്റെ ജീവൻ ഒഴുക്കിയതുപോലെ ഭാര്യമാരെ സ്നേഹിക്കാനാ പറയുന്നത്. ഇത് ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? എന്റെ ശരീരമായ ശരീരത്തിനെ സൂക്ഷിക്കുന്നു, എന്റെ മനസ്സായ മനസ്സിനെ ഞാൻ സൂക്ഷിക്കുന്നു, എന്റെ ജീവനായ ജീവനെ ഞാൻ സൂക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ ഭർത്താക്കന്മാർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഭർത്താക്കന്മാർ ചെയ്യാനാ പറയുന്നത്. ഇന്ന് കുടുംബത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത് ഞാൻ വലുതും നീ ചെറുതും ഇല്ല. സ്ത്രീയെയും പുരുഷനെയും ഒന്നായ കർത്താവ് ദൈവത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന. നമ്മള് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോ അല്ലെ അവരെ ദൈവത്തിനകത്ത് സ്ത്രീയും പുരുഷനും എന്നാ സൃഷ്ടിച്ചത്. ആദമിന്റെ വാരിയലിനകത്തുനിന്ന് സ്ത്രീയെ സൃഷ്ടിക്കാൻ കാരണമുണ്ട്. ക്രിസ്തുവിനകത്തുനിന്ന്, ക്രിസ്തുവിന്റെ രക്തത്തിനകത്തുനിന്ന് ആണ് സഭ സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പം ആ പഴയ നിയമവും പുതിയ നിയമവും, അല്ലെ? പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും. അപ്പൊ ക്രിസ്തുയേശു മരിച്ചു, രക്തം ചീന്തിയപ്പോൾ സഭയെ വിശുദ്ധീകരിച്ചു. സഭ അവിടെ വായിക്കാം നമുക്ക്. എഫെസ്യൻസ് 5-നകത്ത് അതിന്റെ 26, 27 വേഴ്സ് നമ്പർ 26, 27 എന്ന് വായിച്ചേ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറയോ ചുളുക്കമോ മറ്റു ന്യൂനതകളോ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധി, അപ്പൊ കുറ്റമില്ലാതെ, വിതൗട്ട് ഫോൾട്ട്, ഹല്ലിയ, ഹോലി ആയിട്ട്, വിശുദ്ധമായിട്ട്, കുറ്റമില്ലാത്തതായി, തന്റെ രക്തം കൊണ്ട് ചുളുക്കവും വാട്ടവും കറയും ഒന്നുമില്ലാതെ സഭയെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി യേശു എങ്ങനെ തന്റെ ജീവൻ ഒതുക്കി, തന്റെ രക്തം ചീന്തി, സഭയെ കഴുകി, അതേപോലെ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് താൻ ഉടുത്തില്ലെങ്കിലും തന്റെ ഭാര്യയെ ഉടുപ്പിക്കണം, താൻ കഴിച്ചില്ലെങ്കിലും തന്റെ ഭാര്യയെ കഴിപ്പിക്കണം, അല്ലെ? എത്ര അധികം ഒരു പുരുഷന് ഉത്തരവാദിത്വമുണ്ട് ഒരു കുടുംബ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന
ഇന്ന് ആണുങ്ങളൊക്കെ വചനം കേൾക്കുവാണെങ്കിൽ ഇത് ആണുങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ അപ്പൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് വളർന്നു വരുന്ന ഒരു മകൻ നാളെ കാലം ഒരു ഭർത്താവ് ആവുന്നിടത്ത് എത്രയധികം ഉത്തരവാദിത്വ ബോധമുണ്ട്. തൻ്റെ ഭാര്യയെ എത്രയധികം സ്നേഹിക്കണം. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ആട്ടും തുപ്പും കുറ്റപ്പെടുത്തലും എല്ലാം സഭ ഏക്കാതെ, മണവാട്ടി സഭ ഏക്കാതെ വണ്ണം തൻ്റെ ശരീരത്തിൽ താൻ ഏറ്റ ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് ഭർത്താക്കന്മാർക്ക് എത്ര അപ്പം കർത്താവ് കാൽവരി ക്രൂശിൽ നഗ്നനായി കിടന്നു. എന്തിന് നഗ്നനായി കിടന്നു? തൻ്റെ നഗ്നത കൊണ്ട് ഹല്ലേലൂയ തൻ്റെ മണവാട്ടി സഭയെ താൻ പൊതിഞ്ഞു. ഇനി നിങ്ങളും ഞാനും ഈ നാണക്കേടും കുറ്റപ്പെടുത്തലും ഏക്കാതിരിക്കാൻ വേണ്ടി യേശു കാൽവരി ക്രൂശിൽ സകലതും ഏറ്റു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, എഫെസ്യൻസ് 5 അതിന്റെ 26-27 പറഞ്ഞിട്ട് അതിന്റെ 28 പറയുന്നു, വേഴ്സ് നമ്പർ 28 ഇങ്ങനെ പറയുന്നു, ഇൻ ദ സെയിം വേ ഹസ്ബൻഡ്സ് ought to love their wives as they love their own bodies. For a man who loves his wife actually shows love for himself. കണ്ടോ, തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് തൻ്റെ ശരീരത്തെയാ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില് എഴുതി വെച്ചിരിക്കുക, അതിന്റെ 31 വേഴ്സ് നമ്പർ 31 to 33, 31 തൊട്ട് 33 ഇതൊരു വലിയ രഹസ്യമാ. അച്ഛനെയും അമ്മയും വിട്ടേച്ച് ഭാര്യയോട് ഒരു പുരുഷൻ പറ്റിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് ഇനി നിങ്ങൾക്ക് ദാഹവെള്ളം തരത്തില്ല എന്നൊന്നുമല്ല. സ്തോത്രം. ഇനി നിങ്ങളെ കരുതത്തില്ലെന്നല്ല. ഒരു പുരുഷന് ആരെങ്കിലും പറ്റിയിരിക്കണം. എന്നുവെച്ചാൽ അവനെ അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പാമ്പ് വന്ന്, പിശാച് വന്ന് ഇവരെ പറ്റിച്ചെല്ലാൻ കഴിഞ്ഞപ്പോ, ആദമിനെയും ഹവ്വയും പറ്റിച്ചു കഴിഞ്ഞപ്പോ ദൈവം വന്ന് ഇവരെ ശപിക്കുന്നതിനൊപ്പം ഇവർക്കൊരു ഇച്ചിരി ഇളവുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ആദം അല്ലെങ്കിൽ പുരുഷൻ ചെന്ന് പറമ്പിൽ ചെന്ന് കഷ്ടപ്പെട്ട് പണി ചെയ്ത്, ഭാര്യയോ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് വീടും നോക്കി, എന്ന് വെച്ചാൽ ഭർത്താവിനെ നോക്കിയൊക്കെ അല്ലെ, ആ ഒരു ശുശ്രൂഷയ. രണ്ടുപേരും ശുശ്രൂഷിക്കുക. ഭർത്താവ് ചെന്ന് പണിയെടുത്ത് ഭാര്യയെ ശുശ്രൂഷിക്കുക. ഭാര്യ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വീടും നോക്കി പോറ്റി ഭർത്താവിനെ ശുശ്രൂഷയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ല. ഭാര്യമാര് ഇരട്ടി പണിയാ ചെയ്യുന്നത്. വീട്ടിലെ പണിയും ചെയ്യുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, പുറത്തുപോയി അധ്വാനിക്കുന്നുമുണ്ട്. എത്ര ഭർത്താക്കന്മാരാ അതിനകത്തൊരു കൈവച്ചൊന്ന് സഹായിക്കുന്നത്? എത്ര ഭർത്താക്കന്മാരാ അവര് എന്നാ ഭാര്യമാർക്ക് ഞാനൊരു സഹായമാകട്ടെ, ഈ ജോലിക്ക് പോകുന്നയൊക്കെ ഭാര്യമാർക്ക് ഞാനും കൂടെ ഒന്ന് അവളോടൊപ്പം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാനും ഒന്ന് പകുതി പണിയൊന്ന് ചെയ്യട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഒരാളെ കീഴ്പ്പെടുത്തി വെച്ചിട്ട് ഞാൻ വലുതാന്ന് പറഞ്ഞ് എങ്ങും പറഞ്ഞിട്ടില്ല. സ്തോത്രം. വചനം പറയുന്നേ, അവൻ പറ്റിയിരുന്നത് ഇത്രയും നാളും അവന്റെ അപ്പന്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നു. എന്നുവെച്ചാൽ അവന്റെ അപ്പനും അമ്മയും അവനെ സഹായിക്കുമായിരുന്നു, അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവൻ അവിടുന്ന് പറഞ്ഞ് അവന്റെ ഭാര്യയോട് അവൻ പറ്റിച്ചേർന്നു. അല്ല, ഇന്ന് ഭാര്യയും ഭർത്താവും പിന്നെ ഒന്നായി, ഒരു ശരീരമായി. സ്തോത്രം. ഭാര്യ ഭർത്താവ് ബന്ധം നേരെ ആയാല് മക്കള് നേരെയാവും. ഭാര്യ ഭർത്താവ് ബന്ധം നേരെയായാൽ സാമ്പത്തികം നേരെയാവും. ഭാര്യ ഭർത്താവ് ബന്ധം നേരെയായാല് ആത്മീയ ജീവിതം വർദ്ധിക്കും. ഇത് തെറ്റിയാൽ, ഈ ഭാര്യ ഭർത്താവ് ബന്ധം താളം തെറ്റിയാൽ ബാക്കി എല്ലാം തെറ്റിപ്പോകും. ഈ ഭാര്യ ഭർത്താവ് ബന്ധം നേരെയാകണമെങ്കിൽ ഒരു പുരുഷൻ തിരിച്ചറിയണം അവന്റെ സ്ഥാനം കുടുംബത്തിൽ എന്തുവാന്ന്. അവനെ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രതിനിധിയായ ഒരു കുടുംബത്തിനകത്ത്. വചനം ഇങ്ങനെ കിടക്കുന്നു, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇതൊരു ഓർഡറാ അല്ലേ? ഈ ഓർഡർ തെറ്റിപ്പോകാൻ വളരെ എളുപ്പമാ. പലവരും പറയും, അയ്യോ ആ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ആ പെൺകൊച്ച് 4 കാലം നിൽക്കുന്ന ഒരു സാധനമാണ്, ഒന്നും ശരിയല്ല എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ അവളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ നാടുകളിലും ഒക്കെ നടക്കുന്ന എന്താ, പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും അത്രത്തോളം നടക്കാറില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ എന്തുവാ നടക്കുന്നത്? ഒരു പെൺകൊച്ച് കല്യാണം കഴിച്ചു വരുമ്പോ അവൾ ആ പുരുഷനെ
പുരുഷനെ മാത്രമല്ല കല്യാണം കഴിക്കുന്നത്, അവൾ ആ കുടുംബത്തിനെ മൊത്തമാ കല്യാണം കഴിക്കുന്നത്. പുരുഷന്റെ ഇംഗിതത്തിന് മാത്രമല്ല, എല്ലാവരുടെയും ഇംഗിതത്തിന് അവൾ നിൽക്കണം. നിന്നില്ലെങ്കിൽ അവളുടെ തലയും കൊണ്ട് അവളെ നേരെ ചൊവ്വനെ വളർത്തിയതല്ല എന്ന് തന്നെ എഴുതി മുദ്ര വെക്കും. പക്ഷെ ആ പുരുഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ, ഓ അത് ആണുങ്ങളല്ല, അതൊന്നും കുഴപ്പമില്ല, അത് വേണമെങ്കിൽ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണം, അല്ലെ? അങ്ങനെയല്ല. പക്ഷെ ക്രിസ്തു കണ്ടോ, ദൈവം എങ്ങും പറയുന്നില്ല അവര് രണ്ടു തരം ആൾക്കാരാണെന്ന്. നമുക്കൊന്ന് വരാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്തേക്ക് വരാം. ഹല്ലേലൂയ, സ്തോത്രം. ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ചാപ്റ്റർ നമ്പർ 1. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാം തിരുവചനം. Genesis chapter 1 verse number 27. So God created human beings in his own image. In the image of God he created them. Male and female he created them. അന്ന് വായിച്ചേ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. കണ്ടോ, ആണും പെണ്ണും അല്ലാത്ത വേറൊരു വർഗമില്ല. പിന്നെ ട്രാൻസ്ജെൻഡർ എന്നും ഹോമോസെക്ഷൽ എന്നും അങ്ങനെയൊന്നും ജെൻഡർ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഈ ജെൻഡർ ഇല്ലാത്ത സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഒന്നിലാണ് അല്ലെങ്കിൽ പെണ്ണ്. ഇപ്പം ചില ഫോമുകളൊക്കെ അടിച്ചു വരുന്നില്ലേ, മെയിൽ, ഫീമെയിൽ, അതർ ഒന്നും ഇല്ല. ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പിശാച് ഉണ്ടാക്കിയത്. അപ്പം മെയിൽ ഫീമെയിൽ ആയിട്ട് അവരെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ഇനി നമുക്ക് വരാം. 21 ജെനസിസ് ചാപ്റ്റർ 2 21 until 23. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 21, 22, 23. So the Lord God caused the man, എന്ന് വായിച്ച്. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ നിന്നെടുത്ത് അതിന് പകരം. അപ്പൊ ഈ വാരിയലിൽ നിന്ന് എടുക്കാൻ കാരണമുണ്ട്. 20-ാം തിരുവചനം വായിക്കുമ്പോ അവിടെ പറയുന്നുണ്ട്, അവനൊരു കൂട്ടായിട്ട് ആരും ഇല്ലായിരുന്നു, ഒരു കൂട്ടാളി ഇല്ലായിരുന്നു, മനുഷ്യന് തക്കതായ ഒരു തക്ക തുണയില്ലായിരുന്നു. കണ്ടോ, ദ റൈറ്റ് ഹെൽപ്പർ ഇല്ലായിരുന്നു. കുറെ മൃഗങ്ങളെ ഉണ്ടാക്കി ഇതിനെ എല്ലാം നോക്കിയപ്പോ നല്ല ഭംഗിയുണ്ട്, പക്ഷെ മനുഷ്യന് യോജിക്കുന്ന ഒരു കൂട്ടില്ലായിരുന്നു. ചിലയിടത്തൊക്കെ ചിലവരൊക്കെ പട്ടിയൊക്കെ വളർത്തുന്നില്ലേ, മൃഗങ്ങളെയൊക്കെ വളർത്തുന്നില്ലേ, എന്നിട്ട് പറയും ഭാര്യയൊന്നും വേണ്ട, മക്കളും വേണ്ട, പട്ടി മതി, അല്ലെങ്കിൽ പൂച്ച മതി, അല്ലെങ്കിൽ കുറെ എലിയും കുഞ്ഞുങ്ങളും ഒക്കെ മതി. അയ്യോ, അതൊക്കെ പൈശാചികം തന്നെയാ. ഹല്ലിയ. തക്ക തുണ എന്നാ പറയുന്നത്, റൈറ്റ് ഹെൽപ്പർ എന്നാ പറയുന്നത്. ഹല്ലിയ. അവന് യോജിച്ച വണ്ണം തക്ക തുണ. ഇന്ന് നിങ്ങളുടെയൊക്കെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഇന്ന് തന്നിരിക്കുന്ന ഭർത്താവ് തക്ക തുണയാ, ഇന്ന് തന്നിരിക്കുന്ന ഭാര്യ തക്ക തുണയാ. മോഹൻലാലിനെ നോക്കിയിട്ട് അയ്യോ മോഹൻലാലിനെ പോലെ അല്ല നടക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ ഏതെങ്കിലും നടന്മാരെയൊക്കെ എനിക്ക് ആരെയും അറിയത്തില്ല കേട്ടോ. ആകെ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ഈ 3 പേരറിയാം. അല്ലാതെ അതിനപ്പുറം ഒരു മനുഷ്യരുടെയും പേര് എനിക്കറിയില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു പേരെടുക്കുക. അത് നോക്കിയിട്ട് അയ്യോ അതേപോലെ അല്ല നടക്കുന്നത്, അയ്യോ അതേപോലെ അല്ല ചിരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ അയൽവക്കത്തുള്ള എന്റെ ആ കൂട്ടുകാരി കല്യാണം കഴിച്ച മനുഷ്യന് എന്തൊരു നല്ല മനുഷ്യനാ, അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഈ മനുഷ്യന് ഒന്നും ചെയ്തു തരും പറഞ്ഞിട്ട് കാര്യമില്ല. തക്ക തുണയാ. സ്തോത്രം. ഭാര്യയെ നോക്കിയിട്ട് അവള് ഐശ്വര്യറായെ പോലെ അല്ല നടക്കുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പൊക്കമില്ല, എന്റെ വയറിന്റെ അത്രയുമേ ഉള്ളൂ, എന്റെ തോളിന്റെ അത്രയും ഇല്ല, എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ പെൺകൊച്ചുണ്ടല്ലോ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. വചനം പറയുന്ന തക്ക തുണയെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് തന്നിരിക്കുന്ന കുടുംബ ജീവിതത്തിനെ ഓർത്തൊന്ന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. സ്ത്രീ വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുക്കണം. പത്രോസിന്റെ ലേഖനം, ഹല്ലേലൂയ, 3-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ വരുമ്പോൾ, 1 Peter chapter 3 verse numbers ഹല്ലേലൂയ 1 തൊട്ട് ഇങ്ങനെ വരുമ്പോ 1-ാം തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഇൻ ദ സെയിം വേ യു വൈസ്. അപ്പം അവിടെ പത്രോസ് ഇൻ ദ സെയിം വേ എന്ന് പറയാൻ കാരണം അതിന്റെ തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, രാജ്യം ഭരിക്കുന്ന അധികാരികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കണം, വേലക്കാര് യജമാനന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കണം, എന്നിട്ട് യേശു കർത്താവ് നമ്മുടെ സകല പാപവും തന്റെ ശരീരത്തിൽ വഹിച്ചു, നമ്മളെ മോചിച്ചു, വിടുവിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇൻ ദ സെയിം വേ. ഇതേപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ അധികാരം സ്വീകരിക്കണം. എന്നിട്ട് പറയുവാണ്, ഹല്ലേലൂയ, അതിന്റെ 1 വായിച്ച് 3-ന്റെ 1. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. 1ഉം 2ഉം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുവാൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത കണ്ടോ, അവരിൽ വല്ല, there is any one of them who refuse to obey the good news, your godly lives,
means wives and godly lives will speak to them without any words. അത്ഭുതം അല്ലേ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് വചനം കേട്ട് ഇതുവരെയായിട്ടും ക്രിസ്തുവിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട്, നിങ്ങളുടെ നല്ല സംസാരം കേട്ട്, നിങ്ങളുടെ നല്ല കൊടുക്കൽ വാങ്ങൽ കണ്ടും കേട്ടും, നിങ്ങളുടെ സ്വഭാവം കണ്ടും കേട്ടും അയാൾ ക്രിസ്തുവിലേക്ക് വരുമെന്ന്. ഹല്ലേലൂയ. അയാൾ ഓർക്കും, എന്റെ ഭാര്യ എത്ര നല്ലൊരു വ്യക്തിയാ, അവൾ എന്ത് സൗമ്യതയായിട്ട് ഇടപെടുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, അവൾ പ്രാർത്ഥിച്ചാൽ എത്ര അത്ഭുതങ്ങൾ നടക്കുന്നു. അയാൾ ഉറപ്പായിട്ടും വരുമെന്ന്. നാളുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അയാൾ ഈ വിശ്വാസത്തിൽ വരുമെന്ന്. ഹല്ലേലൂയ. കാരണം ഒന്നും കൂടെ ഒന്ന് വായിച്ചേ, 3:1-2. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കണ്ടോ? അവരെ 10 തവണ വിളിക്കണ്ട. നിങ്ങളൊന്ന് പള്ളിയിലോട്ട് വരുന്നുണ്ടോ മനുഷ്യ? നിങ്ങളൊന്ന് ബൈബിൾ വായിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് പ്രാർത്ഥിക്കണം, ഈ ഞാൻ പ്രാർത്ഥിച്ചു നീ പ്രാർത്ഥിച്ചു എന്നൊന്നും കുടുംബജീവിതത്തിനകത്തില്ല. എന്താ വചനം പറഞ്ഞേ? ഒന്നാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഉറപ്പാ, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ സ്വർഗത്തിൽ പോകും. എന്റെ ഭർത്താവ് പ്രാർത്ഥിച്ച് ക്രിസ്തുവിലായാൽ ഭർത്താവ് സ്വർഗത്തിൽ പോകും. എനിക്ക് ഒരാൾക്ക് വേണ്ടി പകരമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, അത് കറക്റ്റാ. പക്ഷേ നമ്മളുടെ ജീവിതം ഹല്ലേലൂയ, ഭാര്യമാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും വലുതാ. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം കണ്ട് ഭർത്താക്കന്മാർക്ക് വിശ്വാസത്തിൽ വരാൻ സാധിക്കും. നമ്മളുടെ നല്ല നടപ്പ് കണ്ട് നമ്മുടെ ഭർത്താക്കന്മാര് വിശ്വാസത്തിൽ വരാൻ സാധിക്കും. ഞാൻ പറയട്ടെ, പല കുടുംബ ജീവിതങ്ങളും പലയിടത്തും തകർന്നു പോകുന്ന ആദ്യം നിസ്സാര കാര്യങ്ങളാ, പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റാതെ, ക്ഷമിക്കാൻ പറ്റാതെ, ഒരു ഇളവൊന്നും ചെയ്യാൻ പറ്റാതെ, ഞാനോ വലുത് നീയോ വലുത്, ഇന്നൊക്കെ എത്ര ഡൈവോഴ്സസ് ആ നടക്കുന്നത്. എവിടെ നോക്കിയാലും 10 ദിവസം കല്യാണം കഴിച്ച് ജീവിച്ചു, 11ാം പൊക്കം ബന്ധം വേർപെടുത്തി അല്ലേ? നിസ്സാര കാര്യങ്ങൾക്ക് ബന്ധം വേർപെടുത്തുന്നേ. അയാളെ നാറുന്നു, അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ബന്ധം വേർപെടുത്തുന്നേ. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അല്ലെ? എന്താ? ദൈവവചനം ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ക്രിസ്തു ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ പിടിക്കുന്ന മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞായിരിക്കുന്നേ. സ്തോത്രം. ഇത് ഒരുപാട് എടുക്കാനുണ്ട്, പക്ഷെ ഞാൻ സമയപരിമിതിക്കകത്ത് ഞാൻ നിൽക്കുക. ഒരു വാക്യം കൂടെ നോക്കിയിട്ട് നമുക്ക് അവിടെ നിർത്താം. അടുത്ത ദിവസങ്ങളിൽ ഇത് ആഴത്തിൽ കയറാം. എഫെസ്യരുടെ 5 ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം എടുത്താൽ അതൊരു 3-4 ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ നിർത്താം ഒരു അല്പസമയം. 1 പത്രോസ് 3 അതിന്റെ 4-ാം തിരുവചനം. First Peter chapter 3 verse number 4. സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ് എന്ന അനശ്വരമായ ഹൃദയത്തിന്റെ ആന്തരിക മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതുമാകുന്നു. You should clothe yourselves. ആരുടെ പറയുന്നേ? സ്ത്രീയോട്. Okay, you should clothe yourselves instead with the beauty that comes from within, the unfading beauty of a gentle and quiet spirit which is so precious to God. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന ആ ഒരു സൗമ്യതയുണ്ടല്ലോ. ഒരു കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അയ്യോ മിണ്ടല്ലേ കുഞ്ഞ് ഉറങ്ങുക എന്ന് പറഞ്ഞ് ഉള്ള ഒരു സൗമ്യതയുണ്ടല്ലോ. ഒരു കുഞ്ഞ് ഉണർന്നു വരുമ്പം അതിനെ ഒന്ന് തട്ടിക്കൊട്ടി മെല്ലെ ഒന്ന് തടവി അതിനെ ഒന്ന് ഉമ്മ വെച്ച് അതിനെ ഒന്ന് താലോലിച്ച് എടുത്ത് അതിനെ ഉറക്കം കളഞ്ഞ് ഉണരുന്ന ആ ഒരു ഇതിലേക്ക് കൊണ്ടിരുന്ന ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ജെന്റിൽ ആൻഡ് ക്വയറ്റ് ആൻഡ് സൈലന്റ് സ്പിരിറ്റ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വളരെ നടന്നാൽ പോലും ഇല അനങ്ങത്തില്ല. അതേപോലെ ഇത്രയും ഓർത്താ മതി. ഒരു കുഞ്ഞിനെ ഉറക്കുന്ന വണ്ണം, അല്ലെങ്കിൽ ഉറങ്ങുന്ന പൊടിക്കുഞ്ഞിനെ ഉണർത്തുന്ന വണ്ണം, അങ്ങനത്തെ ഒരു ആത്മാവ് ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ക്ഷമിക്കുന്നിടത്ത്, വിട്ടുകൊടുക്കുന്നിടത്ത്. ഹല്ലേലൂയ. ചിലപ്പം കല്യാണം കഴിച്ച വ്യക്തി സ്വപ്ന ലോകത്തിലുള്ള പോലത്തെ വ്യക്തി ആയിരിക്കത്തില്ല, ഇരുകൂട്ടരും, ഭാര്യയാണേലും ഭർത്താവാണേലും. പക്ഷെ വിട്ടുകൊടുത്ത് കീഴ്പ്പെട്ട്
ഹല്ലിയ, ക്രിസ്തുവിനെന്ന് പോലെ ഭർത്താവിന് കീഴ്പ്പെട്ട് നിന്ന്, അധികാരത്തിൽ നിന്ന്, ഹല്ലിയ, ഭർത്താവ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എല്ലാം എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് ഭാര്യയെ സ്നേഹിക്കാമെങ്കിൽ, ഹല്ലിയ, ഞാൻ പറയാം, ഒന്നുമില്ലെങ്കിലും ഒരു നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പൊക്കി പണിയാൻ സാധിക്കും. അമ്മ മറിയത്തിനെയും യോസഫിനെയും നോക്കിയാൽ മതി. എങ്ങനെയാ, അവർക്കൊന്നുമില്ലായിരുന്നു. ഒരു ഈ ലോകത്തുള്ള ഒരു കാര്യങ്ങളും അവർക്കില്ലായിരുന്നു. പക്ഷെ അവർക്കൊരു കാര്യമുണ്ടായിരുന്നു, ദൈവത്തിനോടുള്ള വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലിയ, നമ്മൾ കാണുന്നു, തൻ്റെ എല്ലാം വെടിഞ്ഞേച്ച് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ജോസഫ്, തൻ്റെ സമൂഹത്തിലുള്ള തൻ്റെ സ്ഥാനമാന പദവികൾ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ദൈവത്തിനെ അനുസരിച്ച് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ജോസഫ്. ഹല്ലിയ, ഇന്ന് ദൈവത്തിന് കീഴ്പ്പെട്ടാലേ നല്ലൊരു കുടുംബജീവിതം ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലിയ, ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെയൊക്കെ ഒന്ന് കരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലിഫ്റ്റ് അപ്പ് യുവർ ഫാമിലി ഇൻ യുവർ ഹാൻഡ്സ്. ഹല്ലിയ, കർത്താവ് തന്നിരിക്കുന്ന കുടുംബജീവിതത്തിനെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് സേ താങ്ക് യു മൈ ലോർഡ് ഫോർ മൈ ഫാമിലി. ഹല്ലേലൂയ. എൻ്റെ ഭർത്താവിനായി നന്ദി, എൻ്റെ ഭാര്യയ്ക്കായി നന്ദി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നന്ദി. ഞാൻ പറയട്ടെ, നല്ലൊരു കുടുംബജീവിതം സ്വർഗത്തിനെ സാക്ഷ്യം വഹിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തില് ഭൂമിയില് സ്വർഗം കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു മേഖലയാ കുടുംബം. യേശു കർത്താവിന് കുടുംബമില്ലാതെ ജനിക്കാമായിരുന്നു. പക്ഷെ കുടുംബം ഇത്ര പ്രാധാന്യമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ ദൈവം ഭൂമിയില് ഒരു കുടുംബത്തിനെ തെരഞ്ഞെടുത്തിട്ട് ആ കുടുംബത്തിനകത്ത് ജനിച്ചത്. കുടുംബമാണ്, കുടുംബജീവിതം അപ്പനും അമ്മയും ചേർന്ന് വളർത്തുന്ന സ്നേഹത്തിലും ലാളനയിലും വിട്ടുകൊടുക്കലിലും തമ്മിൽ ഐക്യതയിലും വളർത്തുന്ന കുഞ്ഞുങ്ങള് ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമായി തീരും. അല്ലെങ്കിൽ അവർ വലിയ ഫെയിലിയേഴ്സ് ആയി പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളെ കണ്ടു വളരണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങള് ലോകത്തിൽ ഉന്നതരായി തീരണ്ടേ? സ്തോത്രം. അവര് ക്രിസ്തുയേശുവില് കീഴ്പ്പെട്ട് നിന്ന് അവരുടെ കുടുംബജീവിതങ്ങള് ധന്യമായി തീരണ്ടേ? എന്നാൽ നമ്മുടെ കുടുംബജീവിതങ്ങള് നല്ലതാക്കി എടുക്കണം. സ്തോത്രം. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പാളിച്ച പറ്റിയ കുടുംബജീവിതങ്ങള് ഇന്ന് റിപ്പയർ ചെയ്യാൻ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, ഇന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് കുടുംബജീവിതങ്ങളൊക്കെ താറുമാറായി, അവിടെയും ഇവിടെയും ഒക്കെ ബുദ്ധിമുട്ടുകളും പലവരും വെച്ചുകൊണ്ടിരിക്കുന്ന, അന്ന് ഞാൻ കല്യാണം കഴിച്ചു വന്ന് അന്ന് തുടങ്ങിയതാ ഈ മനുഷ്യന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില ഭർത്താക്കന്മാര് പറയും, അവൾ അല്ലേലും ഞാൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല, അവളുടെ അപ്പനും അമ്മയും അവൾക്ക് വലുത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഭർത്താക്കന്മാര്. സ്തോത്രം. ഇന്ന് വിട്ടുകൊടുത്തേ, ഇന്നൊന്ന് ക്ഷമിച്ചേ, ഇന്നൊന്ന് പരസ്പരം ഒന്ന് ക്ഷമിക്കാൻ കർത്താവിനോടൊന്ന് പറഞ്ഞ് എനിക്കൊന്ന് കൃപ തരണം. മറ്റാൾ അറിഞ്ഞില്ലെങ്കിലും ഇന്ന് ഒറ്റയ്ക്കൊന്ന് കർത്താവിനോട് പറഞ്ഞ് ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നു, എൻ്റെ മക്കള് നേരെയാവണം, എൻ്റെ കുടുംബം നല്ലതാവണം, എനിക്ക് നന്മ അനുഭവിക്കണം. ഒന്ന് വിട്ടുകൊടുത്തേ, ഒന്ന് പരസ്പരം ഒന്ന് ക്ഷമിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് കൂട്ടുപിടിച്ചേ, എന്നിട്ടൊന്ന് പറഞ്ഞേ എനിക്കൊരു നല്ല കുടുംബജീവിതം കാഴ്ചവെക്കണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ കീഴ്പ്പെട്ടാൽ കുടുംബം നേരെയാവും. കുടുംബം നേരെയായാൽ ജീവിതം ധന്യമാകും. ഹല്ലേലൂയ. കുടുംബം നേരെയായില്ലെങ്കിൽ സകലതും പാളിച്ച പറ്റിപ്പോകും. ഇത്ര ഓർത്താ മതി, യേശു കർത്താവ് ജനിച്ചത് ഒരു കുടുംബത്തിലാ. ഹല്ലേലൂയ. കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, പരസ്പരം വിട്ടുകൊടുക്കാനായിട്ടുള്ള കൃപ നൽകട്ടെ, പരസ്പരം ക്രിസ്തുവിൽ പരസ്പരം കീഴ്പ്പെട്ട് നിൽക്കുവാൻ കർത്താവ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഹല്ലേലൂയ വലിയ കൃപയും ധൈര്യവും കൊടുക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, തന്റെ ജീവനെ വെടിഞ്ഞ് സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർക്ക് ഹല്ലേലൂയ തന്നെക്കാട്ടിലും വലുത് തന്റെ ഭാര്യ എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കർത്താവെ ഹൃദയങ്ങളെ പുതുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളെ ധന്യമായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.